ഞങ്ങൾ വൈകുന്നേരം നനക്കാൻ പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ. ദിലുവിന് വൈകുന്നേരം ട്യൂഷൻ ഉള്ളതോട്ട് തന്നെ സനുവിനെയും കൂട്ടിയിട്ടാണ് ഞാൻ പോണത് കേട്ടോ നനക്കാൻ. രാവിലെ ദിലുവിനെയും കൂട്ടിയിട്ടാണ് ഞാൻ പോയിരുന്നത് സനുവിനെ മദ്രസയ്ക്ക് പറഞ്ഞയച്ചതിന് ശേഷം. ഈ നനക്കാൻ പോയിങ്ങാണ്ട് വരുമ്പോഴത്തേന് ഞാൻ ആകെ കുളിക്കേക്കാരം കേട്ടോ. മേലെ വാർത്തുമ്പൊക്കെ കടിക്കുമ്പോഴാണ് ആകെ നനഞ്ഞ് തലയിൽ കൂടിയും ആകെ വെള്ളയേക്കാരം കേട്ടോ. അതുകൊണ്ട് തന്നെ 2 ദിവസമായിട്ട് സുഖം ഉണ്ടായിരുന്നില്ല. തൊണ്ടവേദനയും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നനക്കാൻ പോകുമ്പോൾ എൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന ആദ്യം ഉണ്ടായിരുന്നവൾ വിളിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ നനക്കലൊക്കെ ഏകദേശം കഴിയാനായപ്പോഴാണ് കേട്ടോ അവൾ വരുന്നത്. അങ്ങനെ അവൾ തേച്ചതൊക്കെ കണ്ടുങ്ങാണ്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് പിന്നെ അവൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ തേപ്പ് ഇന്നലത്തോടെ കഴിഞ്ഞിട്ടുണ്ട്, ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ തേപ്പ് കേട്ടോ. ആ സമ്മേളനം നേർച്ചച്ചോറ് വാങ്ങലും കഴിഞ്ഞതിൻ്റെ പിറ്റേസാണ് കേട്ടോ പിന്നെ ഒരു സംഭവം ഉണ്ടാവുന്നത്. പഠിച്ചവൻ്റെ ഒരു കാവലോട്ട് മാത്രമാണ് കേട്ടോ എൻ്റെ കുട്ടി അതിന് കഴിച്ചില്ലായത്. അന്ന് അവന് നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. 7:15 7:30 ആയപ്പോൾ തന്നെ അവൻ ഉറങ്ങിയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്തായാലും അവനത് ചവിട്ടിയിട്ടുണ്ടാവും. ഒരു 8:15 8:30 ആകുമ്പോൾ അവനൊരു മൂത്രമൊഴിക്കാൻ വരലുണ്ട്. അപ്പോൾ നേരെ ഇറങ്ങാൻ അവൻ ചെരുപ്പിക്കല്ലേ. എന്തായാലും പടച്ചോൻ കാത്തു. ഞാൻ പിന്നെ പാത്രം മോറാൻ ഇറങ്ങിയാണ്ട് പൂച്ച ഇങ്ങനെ തോണ്ടുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഒരു പന്തികൾ തോന്നിങ്ങാണ്ട് ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ സാധനം ഇതായിരുന്നു. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക.